മൺസൂൺ ആർട്ട് ഫെസ്റ്റിന് കൊച്ചിയിൽ തുടക്കം. മലയാളികളായ 150 കലാകാരന്മാരുടെ ചിത്രങ്ങളും ശില്പങ്ങളും ഗ്രാഫിക് പ്രിന്റുകളും അടക്കം 300ഓളം കലാസൃഷ്ടികളാണ് നിരത്തുന്ന മൺസൂൺ ആർട്ട് ഫെസ്റ്റിന്റെ 6ാമത് എഡിഷൻ എറണാകുളം ദർബാർ ഹാളിൽ ആരംഭിച്ചു. കോട്ടയം ആർട്സ് ഫൗണ്ടേഷനും ബെഞ്ചമിൻ ബെയ്ലി ഫൗണ്ടേഷനും സംയുക്തമായി നടത്തുന്ന പ്രദർശനത്തിൽ ചിത്രശില്പ കലാകാരന്മാരുടെ ഏറ്റവും പുതിയ കലാസൃഷ്ടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങ് ശില്പി NN റിംസൺ ഉദ്ഘാടനം ചെയ്തു. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി N ബാലമുരളീകൃഷ്ണൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ബെഞ്ചമിൻ ബെയ്ലി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ ബാബു ചെറിയൻ, ചിത്രകാരൻ T കലാധരൻ, മാവേലിക്കര രാജ രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ മനോജ് വയലൂർ, കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗങ്ങളായ സുനിൽ അശോക്പുരം, ലേഖ നാരായണൻ, ചിത്രകാരൻ TR ഉദയകുമാർ, ചലച്ചിത്ര അക്കാദമി മുൻ സെക്രട്ടറി രാജേന്ദ്രൻ നായർ, ചിത്രകാരി മിനി ശർമ്മ എന്നിവർ പങ്കെടുത്തു. പ്രദർശനം 15-ന് സമാപിക്കും. മൺസൂൺ ആർട്ട് ഫെസ്റ്റിന്റെ 6ാമത്തെ എഡിഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. ഈ പ്രദർശനം ഈ മാസം 6-ാം തീയതി തുടങ്ങി 15 വരെ തുടരുന്നതാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രശസ്തരായ മലയാളി ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന പ്രദർശനമാണിത്. ഇതിൽ 150ഓളം ചിത്രശില്പ കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. ഇത് നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇടയിലെ ഒരു കൂട്ടായ്മയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇത് ശരിക്കും ഇതിൽ പങ്കെടുക്കുന്ന ചിത്രകാരന്മാരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം കൂടിയാണ് ഈ പ്രദർശനം. ഇതിൽ നമുക്ക് നമ്മുടെ വളരെ സീനിയറായിട്ടുള്ള അക്കിത്തത്തിനെ പോലുള്ളവരും P ഗോപിനാഥനെ പോലെയൊക്കെ ഉള്ളവരോടൊപ്പം തന്നെ വളരെ ജൂനിയറായിട്ടുള്ള കലാകാരന്മാരും ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പല തലമുറയിൽപ്പെട്ട കലാകാരന്മാർ പങ്കെടുക്കുന്നു എന്നുള്ളതും ഈ പ്രദർശനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ പ്രദർശനത്തിൽ വളരെ വൈവിധ്യമാർന്ന മീഡിയകളിൽ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. അക്രിലിക്, ഓയിൽ, അതുപോലെ തന്നെ ചാർക്കോൾ ഡ്രോയിങ്സുകൾ, അതുപോലെ ഈ ഗ്രാഫിക് പ്രിൻ്റുകൾ,
അതുപോലെ പിന്നെ ശില്പങ്ങളാണെങ്കിൽ പിന്നെ സിറാമിക്, പിന്നെ ഇത് കരിങ്കല്ല്, തടി, പിന്നെ ടെറാക്കോട്ട തുടങ്ങിയ മീഡിയകളിൽ ചെയ്തവയാണ്. ഏകദേശം 300ഓളം പിന്നെ കലാസൃഷ്ടികൾ ഈ പ്രദർശനത്തിൽ പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന് വെളിയിലുള്ള നമ്മുടെ പി ഗോപിനാഥിനെ പോലെയുള്ള വളരെ സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റ്, ഇപ്പം അക്കിത്തം വളരെ വർഷങ്ങളായിട്ട് പാരീസിലാണ് ജീവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വർക്കുണ്ട്. അതുപോലെ കെ പി റജി ബറോഡയിലാണ്. അതുപോലെ മറ്റേ നമ്മുടെ റോയ് തോമസ് ഡൽഹിയിലാണ്. സുകേഷൻ ഗംഗയും ഡൽഹിയിലാണ്. അങ്ങനെ കേരളത്തിന് വെളിയിൽ നിന്നുള്ള കുറേയധികം കലാകാരന്മാർ ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ പേര് TR ഉദയകുമാർ. ഞാനാണ് ഈ ഷോ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ ഞങ്ങളുടെ കോട്ടയം ആർട്ട് ഫൗണ്ടേഷനും അതുപോലെ തന്നെ ബെഞ്ചമിൻ ബെയ്ലി ഫൗണ്ടേഷനും കൂടി ചേർന്നാണ് ഈ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.